തിരക്കാതെ നമുക്ക് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഗീത ചേച്ചിയും ബിന്ദു ചേച്ചി എവിടെയെങ്കിലും പോയാലും ഞാൻ ഇങ്ങനെ തിരക്കി വിളിച്ചുകൊണ്ട് വരും. അതുപോലെ ബിന്ദു, പിന്നെ വേറെ ആര്, ദീദി, പിന്നെ ടാനിയൻ ഇപ്പം 2 ദിവസം കൊണ്ട് കാണാനില്ല. അതുപോലെ തന്നെ ദിൽഷ, പിന്നെ നിർമ്മല ചേച്ചി. നിങ്ങളെ ഈ 4-5 പേരെ കണ്ടില്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ് സത്യം പറഞ്ഞാൽ. ഗീത ചേച്ചിക്ക് അറിയാലോ, ഗീത ചേച്ചിക്ക് പിന്നെ ഒരു ദിവസം ഗുഡ് നൈറ്റ് വീഡിയോ ഇട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും. ഒരു ദിവസം ഞാൻ ഇതുപോലെ ഇടാതിരുന്നപ്പോൾ എൻ്റെ അടുത്ത്, ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം കറക്റ്റായി ഇടുന്നത് ഗീതു ചേച്ചി അന്വേഷിച്ചല്ലോ അന്ന് എന്തേ ഇന്നലെ ഗുഡ് നൈറ്റ് വീഡിയോ ഇല്ല. സത്യം പറഞ്ഞാൽ ചില സമയം മറന്നുപോയാൽ ഞാൻ ഓടിപ്പോയി ഉറങ്ങിക്കോ, ഒരു ഗുഡ് നൈറ്റ് വീഡിയോ എടുക്കട്ടെന്ന് പറഞ്ഞ് അത് രാത്രിയായാലും ഞാൻ ഗുഡ് നൈറ്റ് വീഡിയോ ഇടാൻ മറക്കൂല. കാരണം ഗീതു ചേച്ചി ഞാൻ ഇട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം വന്ന് ചോദിക്കുക എന്തേ ഇന്നലെ ഗുഡ് നൈറ്റ് വീഡിയോ ഇടാത്ത എന്തേന്ന്. അതുകൊണ്ട് ഞാനിങ്ങനെ കുട്ടികളോടത്തായാലും പറയാം, അയ്യോ ഗുണ്ട് ഉറങ്ങണില്ലല്ലോ. ചിലപ്പോൾ ഇവൻ 10-11 വരെ ആയാലും ഉറങ്ങൂല. എടാ ചെന്ന് കിടയടാ, ഒരു ഗുഡ് നൈറ്റ് വീഡിയോ എടുക്കട്ടെടാന്ന് പറയും. പകലൊക്കെ കിടന്ന് ഉറങ്ങും, രാത്രി ഉറങ്ങാൻ ഭയങ്കര മടിയല്ലേ. അപ്പോൾ ഏത് രാത്രി ഇട്ടാലും ചേച്ചി ഒരു ഗുഡ് നൈറ്റ് നിർബന്ധം ഇട്ട് തരും. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കും ചേച്ചിയെ. അപ്പോൾ ഇന്ന് 2 ദിവസം കൊണ്ട് കാണാതിരുന്നപ്പോൾ ഒരു അയ്യോ എന്ത് പറ്റി. ഇപ്പം പലർക്കും നമ്മളെ നോട്ടിഫിക്കേഷൻ ഒന്നും പോവാറില്ല വീഡിയോയുടെ. ഇപ്പം ബിന്ദു ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. അതുകൊണ്ട് ഇനി അങ്ങനെ ചേച്ചിക്കും കിട്ടാതായി നിന്നോ എന്ന്. പക്ഷെ ഇപ്പം അറിഞ്ഞതിൽ ഭയങ്കര വിഷമം. ഹസ്ബൻഡിന് എത്രയും വേഗം സുഖമാവട്ടെ. പിന്നെ ഞാനും പ്രാർത്ഥിക്കാം. പിന്നെ പിന്നെ അയ്യോ ബാമ ചേച്ചിയും ഈ പറഞ്ഞ പോലെ നമ്മളെ ആമിയെ കിട്ടിയതുപോലെ ബാമ ചേച്ചിക്ക് ഒരു അമ്മയും കുറച്ച് കുഞ്ഞുങ്ങളെയും കിട്ടിയതാണ്. അതിൽ 2 പെൺകുട്ടിയും അമ്മയും. ഇപ്പം ബാമ ചേച്ചി നമ്മളെപ്പോലെ ആരും വേറെ 2 കുഞ്ഞുങ്ങളെ ആരും അഡോപ്ഷനൊന്നും ആയില്ലെന്നാണ് അന്ന് മെസ്സേജ് ഇട്ടപ്പം പറഞ്ഞ്, എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം അങ്ങനെ അപ്പം ഇടയ്ക്കിടയ്ക്ക് ബാമ ചേച്ചി വന്ന് നമ്മളെ അടുത്തൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും പിന്നെ അതുപോലെ അച്ചു, കവിത, നിങ്ങളൊക്കെ ഇടയ്ക്ക് കാണാതാവുമ്പോൾ ഈ 2-3 വീഡിയോയിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് കാണാതാകുമ്പോൾ ഒരു വിഷമമാണ്. എനിക്ക് മെസ്സേജ് ഇട്ടില്ലെങ്കിൽ നിങ്ങളൊരു ഹാർട്ട് ഇട്ടായാലും മതി. എനിക്ക് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കൂടെ നിന്ന്. പക്ഷേ നമുക്കറിയാം നിറയെ പേര് നമ്മളെ ഇപ്പം മെസ്സേജ് ചെയ്ത്, ഇപ്പോൾ ഈ 5 പേരൊന്നും അല്ലല്ലോ നമുക്ക് വീഡിയോ കാണണം. പക്ഷേ എന്നാലും നിങ്ങളൊക്കെ മെസ്സേജ് ചെയ്യണവരെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അവർ കാണാതാവുമ്പോൾ നമ്മൾ മനസ്സിൽ ഇപ്പോൾ ഒരു വിഷമമാണ് കേട്ടോ. അയ്യോ ഇവരൊക്കെ എവിടെ പോയി. നിങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചോദിച്ചും മിണ്ടിയും ഇരിക്കുന്നത് കൊണ്ടേ കാണാതാകുമ്പോൾ ഒരു മനസ്സിനൊരു വിഷമം.